ഇന്ന് ഓഗസ്റ്റ് 15 ഒരുപാട് സിനിമകളാണല്ലോ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. തമിഴിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയാണ് തങ്കലാൻ. ചിയാൻ വിക്രം നായകനെത്തിയ പാരഞ്ചിത്ത് സംവിധാനം ചെയ്ത കങ്കുവിക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ സ്റ്റുഡിയോ ഗ്രീൻ നിർമ്മിച്ച ഏറ്റവും പുതിയ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ ഇന്ന് അതിരാവിലെ മുതൽ തന്നെ വന്നു തുടങ്ങിയിരിക്കുകയാണ്. ആ പ്രതികരണങ്ങളെല്ലാം തന്നെ പ്രേക്ഷക അഭിപ്രായങ്ങളെല്ലാം തന്നെ നോക്കുമ്പോൾ ഒരു ക്ലീൻ പോസിറ്റീവ് അഭിപ്രായം വിക്രമിന്റെ ഏറ്റവും പുതിയ വ്യത്യസ്ത തമിഴ് സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രേക്ഷകർ അറിയിക്കാനായിട്ടുള്ളത്. എബോ ആവറേജ് ബിലോ ആവറേജ് നെഗറ്റീവ് അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് തങ്കലാൻ എന്ന സിനിമ ആദ്യ ഷോയ്ക്ക് ശേഷം കൂടുതൽ പ്രേക്ഷകരിൽ നിന്നും നേടിയെടുത്തിരിക്കുന്നത്. ചിത്രത്തിലെ വലിയ പോസിറ്റീവായിട്ട് പറയുന്നത് വിക്രമിന്റെ പ്രകടനം മാത്രമാണ്. ചിയാൻ വിക്രമിന്റെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആണ് സിനിമയിലെ എന്നും BGM മേക്കിംഗ് ഉൾപ്പെടെ മികച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ചിത്രത്തിലെ ഡയലോഗ്സ് എല്ലാം തന്നെ ഫോളോ ചെയ്ത് സിനിമ കാണാനായിട്ട് സിനിമ മനസ്സിലാക്കാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടാണ് എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യ പകുതി രണ്ടാം പകുതിയേക്കാൾ ഭേദം എന്നൊരു അഭിപ്രായം നേടിയെടുത്ത ചിത്രത്തിന്റെ സംവിധാനത്തിനും ഒപ്പം തന്നെ സിനിമയുടെ എക്സിക്യൂഷൻ എല്ലാം തന്നെ അത്ര മികച്ച അഭിപ്രായങ്ങളല്ല ലഭ്യമായിരിക്കുന്നത്. കണ്ടന്റ് മികച്ച രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് രഞ്ജിത്ത് പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ചിയാൻ വിക്രം കഴിഞ്ഞാൽ സിനിമയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള പാർവതി തിരുവോത്താണ് എന്നതാണ് പ്രത്യേകം പ്രേക്ഷകർ അറിയിക്കാനായിട്ടുള്ളത്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തമിഴിലെ ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് സിനിമ, അതും ചിയാൻ വിക്രമിന്റെ മറ്റൊരു ട്രാൻസ്ഫോർമേഷൻ എല്ലാം തന്നെ കാണാൻ കഴിഞ്ഞ സിനിമ, ഒപ്പം ഒരു ഇന്റർനാഷണൽ സിനിമയുടെ ക്വാളിറ്റി മികവെല്ലാം തന്നെ നേരത്തെ വന്ന വീഡിയോ കണ്ടന്റുകളിൽ കാണാൻ കഴിഞ്ഞ സിനിമ ആദ്യ ദിവസം പോസിറ്റീവ് നേടിയെടുക്കാതെ കടന്നു പോകുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ തങ്കലാൻ എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ കേട്ട്.